പാട്ട് ഇപ്പം മോശമാണെങ്കിലും ഞാൻ കൂലി സിനിമ കാണാതിരിക്കുന്നില്ല. കൂലി ഓഫ് കോഴ്സ് ഞാൻ കാണാൻ പോകുന്ന സിനിമ തന്നെയാണ്. അപ്പൊ അതുകൊണ്ട് തന്നെ ഈ പാട്ട് എനിക്ക് പ്രത്യേകിച്ച് അഭിപ്രായം ഇല്ല. ഭയങ്കര എക്സ്പെക്ടേഷൻ ഉള്ള സിനിമയാണ്. രജനി സാറിന്റെ ജയിലർ കാണാൻ പോയ സമയത്ത് ഞാൻ ആക്സിഡന്റ് ആയിരുന്നു. പിറ്റേ ദിവസം മാമന്റെ അനുഗ്രഹം കിട്ടിയ പടങ്ങളൊന്നും ഇന്നേ വരെ പൊട്ടിയിട്ടില്ല. നമ്മളിന്ന് കൂലി പാട്ടൊക്കെ കേട്ടു. നമ്മളിന്ന് റിയാക്ട് ചെയ്യാൻ പോകുന്നത് കൂലി സിനിമയുടെ സോങ് ആണ്. 4 മണിക്കൂർ മുമ്പ് റിലീസ് ആയിട്ടുള്ളത്. സോ ലെറ്റ്സ് വാച്ച് ഇറ്റ്. 4 മിനിറ്റ് ഉണ്ട് ഈ സോങ്. போதுண்ணா, டீ சாப்பிட்டு வந்து மிச்சத்தை பார்த்துக்கலாம். இது முச்சுதான் மாதிரி வேலை. பொதுவா இப்படிலாம் வேலை பார்க்க மாட்டியா? இன்னைக்கு நான் தீயா இருக்கிற தலைவருக்கு பண்றோம், தீயா இருக்கணும்ல. அதெல்லாம் கரெக்டு தானா, ஆனா வைபே இல்லாம எப்படின்னா? வைப் தானே. ரைட்டு. എൻ്റെ മോനെ, ഇപ്പോഴേക്ക് പ്രായം എത്ര ആയാലും അത് സ്ക്രീനിൽ കാണൂല രജനീകാന്തിന്. ഭയങ്കര എക്സ്പെക്ടേഷൻ ഉള്ള സിനിമയാണ് സത്യം. ഐ തിങ്ക് ഇത് ലോകേഷ് യൂണിവേഴ്സിൽ ഇൻക്ലൂഡ് ആവും തോന്നുന്നില്ല ഈ സിനിമ. ഇത് ഇൻക്ലൂഡ് ആവും, അത് കൂലി കണക്ട് ചെയ്യും. എന്തെങ്കിലും ബന്ധം വെക്കണ്ടോ? അങ്ങനെ വെച്ച അടിപൊളി. വിക്രം 2 ഒക്കെ വരുമ്പോ അടിപൊളിയായിരിക്കും. കമലഹാസനും രജനീകാന്തും ഒക്കെ ഒരു ഫ്രെയിമിൽ കാണാൻ ഭയങ്കര ഫീൽ ആയിരിക്കും. അങ്ങനെങ്കിൽ ഇന്ത്യൻ തന്നെ ഒരു എന്താ പറയാ, യൂണിവേഴ്സ് ശരിക്കും അവിടെയാണല്ലോ സ്റ്റാർട്ട് ചെയ്തത്. തമിഴ് ഇൻഡസ്ട്രി കോട്ടാണല്ലോ. മറ്റ് ഹോളിവുഡിൽ മാത്രം കണ്ടുള്ള സാധനത്തെ ടോളിവുഡ് ആവും ഇവിടെ ചിലപ്പോ അവതരിപ്പിക്കുക. അല്ല, ഞാനിതില് മിസ് ചെയ്ത കാര്യം എന്താ വെച്ചിട്ടുണ്ടെങ്കില് രജനി സാറിന് കുറച്ചും കൂടി അത് ഫുള്ള് പിടിച്ചു വെക്കുന്നതാണത്. ഇനി എത്ര കോണ്ടന്റുകൾ ഇറങ്ങാനുണ്ട് അവർക്ക്, അതിനു വേണ്ടിട്ട് പിടിച്ചു വെക്കുന്നതാണ്. ഇത് പെട്ടെന്ന് ഇറങ്ങുമോ ഈ സിനിമ? ഡേറ്റ് അനൗൺസ് ചെയ്തിട്ടില്ല. ഷൂട്ടിംഗ് കഴിഞ്ഞോ? ഷൂട്ടിംഗ് കഴിഞ്ഞ്. കാരണം ഇപ്പം മറ്റേ ജയിലർ 2ന്റെ ഷൂട്ടായിട്ട് കോഴിക്കോടൊക്കെ ഉണ്ടായിരുന്നല്ലോ. കൂലിയൊക്കെ കഴിഞ്ഞോ? കൂലി ട്രിവാൻഡ്രത്തൊക്കെ അതിന്റെ ബാക്കി ഷൂട്ട് ഉണ്ടായിരുന്നാണ്. അടുത്ത മാസം റിലീസ് ആവണത്. പൊളി, സൂപ്പർ. ഐമാക്സിലൊക്കെ ഉണ്ടല്ലോ. ജയിലർ 2ന്റെ അടുത്ത് നടന്ന. ശരിയാണ്, ഇത് കുറച്ചായല്ലോ അല്ലേ? ഓഗസ്റ്റിലെ എന്തേ അത്ര കാത്തിരിക്കണ്ടേ? ഇതൊക്കെ കഴിഞ്ഞിട്ടാണ് കൈതി 2 വരാനേ. അതിനൊക്കെ പൂമ്പര കിട്ടണ്ടല്ലേ? ശരിയാണ്. അതെ, ലോകേഷ് യൂണിവേഴ്സ് പറഞ്ഞ വലിയ പരന്ന് കിടക്കാണ്. എത്ര കാലം സിനിമ വരാണ്ടി. ഇതിലെല്ലാത്തിലും പുള്ളിയല്ലേ മ്യൂസിക്. എന്ത് സുഖല്ലേ, വർക്കിന് വേറെ എവിടെയും പോണ്ട. വേറെ സിനിമ ഒന്നും ചെയ്യുന്നില്ലല്ലോ. എനിക്ക് വിജയ് അല്ലേ ലോകേഷ്, ഏതെങ്കിലും ഒരു ടീമിന്റെ ഉറപ്പല്ലേ. കൂടെ ശാന്തമാനുള്ള പോലെ
ഇപ്പൊ എല്ലാത്തിലും അനിരുദ്ധ് ഡാൻസ് കളിക്കുന്നുണ്ട്. ഒറ്റ കാര്യം ഇതിൽ ഞാൻ പറഞ്ഞത്, ഈ മാച്ച് കട്ട് ചെയ്ത സമയത്ത്, എഡിറ്റിൽ മാച്ച് കട്ട് ചെയ്ത സമയത്ത് നമുക്ക് എനർജിയിൽ വ്യത്യാസം കാണുന്നില്ല. അത് ഈ 30-കാരനായ അനിരുദ്ധും ഇത്രയും പ്രായമുള്ള രജനീകാന്തിൻ്റെ എനർജി ലെവലിലും മാറ്റില്ല. അത് ശരിക്കും മൂപ്പരെ കഴിവാണത് രജനീകാന്തിന്. നോക്ക്, നീ ഇത് മാച്ച് കട്ടാണ്, ഒരേ സ്റ്റെപ്പ് ഇങ്ങനെ വരുമ്പോൾ ശരിക്കും നമുക്ക് ഒരു ഡിപ്പ് ഫീൽ ചെയ്യണം ഇത്രയും പ്രായമുള്ള ആയിട്ടുള്ള ഒരാൾ കളിക്കുന്ന സമയത്ത്. എഡിറ്റിൽ സ്പീഡാക്കിയിട്ടുമില്ല, കണ്ടാൽ നമുക്ക് ബാക്ക്ഗ്രൗണ്ട് ആക്ടേഴ്സിനെ ശ്രദ്ധിച്ചാൽ മനസ്സിലാവും സ്പീഡാക്കിയിട്ടുണ്ടോയെന്ന്. ഇനി അനിരുദ്ധിൻ്റെ ഷോട്ട് സ്പീഡാക്കിയിട്ടുണ്ടെങ്കിലേ ഉണ്ടാവുള്ളൂ, രജനി സാറിൻ്റെ ഷോട്ട് സ്പീഡാക്കാൻ ചാൻസ് കുറവാണ്. ഇദ്ദേഹത്തെ മനസ്സിലായോ? മറ്റൊരു വൈറലായൊരു പാട്ട് ഓർമ്മയില്ലേനോ? അല്ല, ദീൻ്റെ ഒരു പാട്ടില്ലേനടാ, ഏതേനോ തന്നന തന്നന്ന, അതേനു അല്ലി മലർക്കൊടി അങ്കലമേ തന്നാന തന്നന. അത് ഉണ്ടാക്കിയ രണ്ടാളിൽ ഒരാള് ഇദ്ദേഹമാണ്. ദീ എന്നാണ് മറ്റേ ആളെ പേര്, പക്ഷെ ഇദ്ദേഹത്തിന്റെ പേര് എനിക്ക് മറന്നു. ഇത് ആര്? ആ, എൻജാമി. അതെ, സന്തോഷ് നാരായണൻ. അറിവ്. അതെ, സന്തോഷ് നാരായണ മുസ്ലിം മ്യൂസിക്കായിട്ടാണ്. ആ എൻജോയ് വെച്ചപ്പോ അവിടെ ആദ്യം കണ്ട അറിയല്ലോ ബാലാജി. അയ്യോ, അവിടെ വന്നോ അത്? മൂപ്പര് റേഞ്ച് സജഷനിൽ വരണമെങ്കിൽ കാണാനില്ലല്ലോ. ഇണ്ടടപ്പുണ്ട്, പക്ഷെ മൂപ്പരെ വീഡിയോക്ക് റീച്ച് അധികം കിട്ടുന്നില്ല, അത്രേ ഉള്ളൂ. എന്റെ പൊന്നോ, അതൊരു ലെവല് സാധനം ഒരു കാലത്ത്. നമ്മളെ മറ്റേ സാധനത്തിന്റെ മുമ്പിൽ ചെയ്തു. சுருக்கப்பையம்மா ஒட்டுத்தாள் மட்டியம்மா சொமான் தக்கையம்மா மட்டத்தான் கொட்டியம்மா தாய்மா தாயம்மா என்ன பண்ணமாயம்மா வெள்ளியம்மா பேராண்டி സംഗതിയൊക്കെല്ലാണ്ട് കന്നഡിയക്കാരാണ്ട് ഇന്താറ് പേരാണ്ടി തെറി വിളിച്ച പോലെ ഉണ്ട്. ഇന്നാലും രസം കേട്ടോ. പിന്നെ ബാക്കി പാട്ടൊക്കെ കേൾക്കുമ്പോ ഇത് ഉഷാറാ. പേഴ്സണലി എനിക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ട്. ഇതാണ് നമ്മുടെ മറ്റേ പാട്ടിന് ഇതിവൃത്തമായ മ്യൂസിക്. മഞ്ജിത്തിന്റെ ഒരു സ്ഥിരം ഒരു വൈബ് വരുന്നില്ലേ? കേട്ടിട്ടാണോ അങ്ങനെ ഒരു വൈബ് വരുന്നത്? അവന്റെ ശബ്ദം കൊണ്ടാണോ, സൗണ്ട് കൊണ്ടാണോ, വോയിസ് കൊണ്ടാണോ മനസ്സിലാവില്ല. അധികം പാട്ടിന് ഒരേ കേട്ടിട്ടായിരിക്കും അല്ലേ? ഇത് വെറൈറ്റി ആയിരിക്കുന്നത് ബാക്കിയുള്ളത് വെച്ച് നോക്കുമ്പോൾ. പക്ഷെ ഇതിൽ എനിക്ക് മിസ് ചെയ്ത സംഭവം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, അനിരുദ്ധിന് ഒരു ഗ്രാഫ് ഉണ്ടാവും. ആദ്യം ഇങ്ങനെ ഒരു സാധനം അടിച്ച് പിന്നെ ഒരു ഭയങ്കര കേറുന്ന സെക്ഷൻ ഉണ്ടാവും. ഇതിൽ ആ കേറുന്ന പോയിന്റ് വന്നേ ഇല്ല. ആ സ്റ്റാർട്ടിങ് തന്നെ അതേപോലെ അങ്ങോട്ട് പോയത്. അങ്ങനത്തെ ഒരു ഇത് എയറിൽ നിൽക്കുന്നുണ്ട്. അതായത് മുപ്പര ഒരേ ഒരു ബീറ്റ്, ഒരേ ടോൺ എന്നുള്ള ഒരു സംഭവം. അത് ശരി തന്നെയാണ് ഏകദേശം. കുറെ ഇല്ല, കുറച്ച് വേറെ ആളെ കൊണ്ട് പാടിപ്പിച്ചാലും മതി. മറ്റേ ആന്റണി ദാസനോ അങ്ങനത്തെ ആരെ കൊണ്ട് പാടിച്ചിട്ടുണ്ടെങ്കിൽ കുറച്ചുകൂടി ഇവന്റെ സൗണ്ട് കേട്ടിട്ടേ ആ ഒരു മൂഡ് വന്നു കേൾക്കുമ്പോ. അറ്റ്ലീസ്റ്റ് ഹിപ്പ് ഹോപ്പ് തമിഴ് ആദ്യമില്ലേ, അദ്ദേഹത്തിനെ കുറിച്ച് കൊണ്ട് പാടിപ്പിച്ചാൽ മതി. കാരണം ഒരു പാട്ടില്ല, അവര് രണ്ടുപേരും കൊളാബറേറ്റ് ചെയ്തൊരു പാട്ടുണ്ടായിരുന്നു. അതൊരു കിട്ടില്ല സോങ്ങിന്. ഏതായിരുന്നു അത്? അനിരുദ്ധ് ഹിപ്പ് ഹോപ്പ് തമിഴ് എതിർനീച്ചലാ ഇത് തന്നെ. തുടക്ക സമയം ഈ കൊളാബറേഷൻസ് കിട്ടിയാല് കുറച്ചും കൂടി അടിപൊളിയാണ്. കറക്റ്റ്. പിന്നെ ബിസിനസ് അത് മാറി മാറി. രജനി സാറിന്റെ ജയിലർ കാണാൻ പോയ സമയത്ത് ഞാൻ ആക്സിഡന്റ് ആയിരുന്നു ഫസ്റ്റ്. അയ്യോ, ഇപ്പോൾ ഓർമ്മയുണ്ട്. അത്ര സന്തോഷത്തോടുകൂടി പറയുന്നത്. ഇല്ല, അത്രയും കൊതിച്ച് ടിക്കറ്റ് ഒക്കെ ഒപ്പിച്ച് പറന്നു എന്നിട്ട് കാണാൻ പറ്റിയില്ല. ആ കഴിഞ്ഞതിന് അല്ല, അത്രയും ദുരന്തം നടക്കും. അത്ഭുതകരമായിട്ട് ചെറിയ പരിക്കോട് രക്ഷപ്പെട്ടു. പിന്നെ പിറ്റേ ദിവസം ഫ്രണ്ട് സീറ്റിൽ ഇരുന്നിട്ട് ഇങ്ങനെ ഇരുന്നിട്ടാ കണ്ടേ. ഇതൊക്കെ പുറത്തു വന്നാൽ നമ്മൾ എന്ത് മനസാക്ഷി ഇല്ലാത്തവരാന്ന് വിചാരിക്കണം. അതിനൊക്കെ ചിരിക്കുന്നത്
ഇതുവരെ അവരെ അറിയില്ല. ഞാൻ അവരെ കൂട്ടാതെ ഈ പടത്തിന് പോയി കണ്ട കാര്യം. ഞാനിത് കാണുന്ന OTT കാണണമെന്ന് പറഞ്ഞു. അതെ, മോശല്ലേ? മാം ബ്രില്യൻസ്. നീ ആയിരുന്നോ വണ്ടി ഓടിച്ചത്? അല്ല, കൂട്ടുകാരനെ. ഓ, അതും കൂടി നീ ആയിരുന്നെങ്കിൽ അവൻ കഷ്ടമാണ്. എന്നിട്ട് അവനോട് പറയാതെ അവൻ ഈ ചതി ചെയ്ത് മോശമായിടാ. എന്ത് ചെയ്യാനാ? നമ്മള് വിഷയത്തിൽ തന്നെ പറഞ്ഞു. പാട്ടിന്റെ കൂലിന്റെ പാട്ട് എനിക്ക് കുഴപ്പമില്ല. പക്ഷേ ഞാനിപ്പോൾ ഈ പാട്ട് ഇപ്പം മോശമാണെങ്കിലും ഞാൻ കൂലി സിനിമ കാണാതിരിക്കുന്നില്ല. കൂലി ഓഫ് കോഴ്സ് ഞാൻ കാണാൻ പോകുന്ന സിനിമ തന്നെയാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ പാട്ട് എനിക്ക് പ്രത്യേകിച്ച് അഭിപ്രായം ഇല്ല. ഹൈ ബീറ്റ് പ്രതീക്ഷിച്ചാണ്. ഇതിനൊരു ഭയങ്കര റിതം ഉണ്ട്. ഇത് അത് ആ സാധനം എൻജോയ് ചെയ്യുന്നവരുണ്ട്. ഇത് ഞാൻ പറയുമ്പോൾ ഇത് അത്യാവശ്യം നല്ല വൈറൽ ട്രെൻഡിങ്ങിൽ തന്നെ നിൽക്കുന്ന സാധനമാണ്. ഇപ്പൊ ചെറിയ ഈ 10 സെക്കൻഡ് 15 സെക്കൻഡ് ഹുക്ക് പോയിന്റ് കിട്ടിയാൽ മതിയല്ലോ ട്രെൻഡ് ആവാൻ വേണ്ടിയിട്ട്. അതിനുള്ള സ്റ്റഫ് ഇതിലുണ്ട്. പക്ഷെ പണ്ടത്തെ പോലെ ഒരു ഫുൾ പാട്ട് ആസ്വദിച്ചിട്ട് അത് നല്ലതാണെന്ന് പറയുന്ന കോൺസെപ്റ്റ് ഇപ്പം ഇല്ല. ഇപ്പം ഒരു പാട്ടുണ്ട് കന്നഡയിൽ, ഗണേഷ് സാറിൻ്റെ ഒരു പാട്ടാണ്. അത് ഒരു 10 സെക്കൻഡാണ് അതിൽ വൈറലായത്. അത് ഞാനാണ് കേൾപ്പിച്ചത് അതിനോട് ഉള്ളിൽ തന്നെ. ഏതായിരുന്നു ആ പടം? കൃഷ്ണം പ്രണയ സഖി. ഗണേഷ് ഇത് നിങ്ങളെല്ലാവരും കേട്ടിട്ടുണ്ടോ ഈ ഒരു ഭാഗം? ഈ സെക്ഷൻ ഈ ഒരു സെഗ്മെന്റ് മില്യൺസ് ഓഫ് റീഷെയർസും പിന്നെ റീൽസും ഒക്കെ ആയിട്ടാണ് ഇത് പോയത്. ആൾക്കാർ ഡാൻസ് മലയാളിയല്ലേ? മലയാളിയല്ല, അല്ല. പഴയ ആൽബത്തിലുള്ള ആര്? ഗണേഷ് സാറോ? ഇവര് അതെ മലയാളിയാണ്. അതെ, ഞാൻ ഈ ഗണേഷ് സാർ എവിടെയാ മലയാള ആൽബം ചെയ്തത്? പഴയ മലയാള ആൽബം. അപ്പോൾ അതേപോലെ ഇതിൽ ഈ പറഞ്ഞ പോലെ 10-15 സെക്കൻഡ് ചിലപ്പം ഭയങ്കരമായിട്ട് ട്രെൻഡ് ആവും. പക്ഷേ ഒരു ഫുൾ സോങ് പഴയ പോലെ നമ്മൾ ആസ്വദിച്ച് അടിപൊളി എന്നൊക്കെ പറയാനാണെങ്കിൽ ഇത് ഓക്കെ, കുഴപ്പമില്ല എന്നുള്ള രീതിയിൽ തന്നെ. ഐറ്റംസ് പുറത്തു വിടില്ല. അതാ ഞാൻ പറഞ്ഞത്. ഇനിയിപ്പോൾ ഇവർ എന്ത് തന്നെ മോശം കോണ്ടന്റ് ഇറക്കിയാലും കൂലിക്ക് നമ്മൾ ടിക്കറ്റ് ഉറപ്പിച്ചതാണ്. കണ്ടു കഴിഞ്ഞിട്ട് മോശമാണെങ്കിൽ നഷ്ടം എന്ന് പറയാനേ ഉള്ളൂ. പക്ഷെ ടിക്കറ്റ് എടുത്തിരിക്കും. അത് ഒരുവിധം എല്ലാ തമിഴന്മാരും മലയാളികളും എല്ലാവരും എടുത്തിരിക്കും. മാമന്റെ അനുഗ്രഹം കിട്ടിയ പടങ്ങളൊന്നും ഇന്നേ വരെ പൊട്ടിയിട്ടില്ല. രജനി സാറിന്റെ പടം അത്രേ ഉള്ളൂ. പിന്നെ മൂപ്പര് ഇതോടുകൂടി നിർത്തുന്ന ആരാ നിർത്തിയത്? അങ്ങനെ നമ്മൾ ഇതിനു മുമ്പ് ഇതേ ഒരു സംസാരിച്ച പോലെ സോറി അതെ വിജയ് നിർത്തും എന്ന് പറയപ്പെടുന്നു. അതെ, ലിയോ 2 എന്തോ വരുമെന്നോ റെഫറൻസ് ഒക്കെ വരുന്നൊക്കെ കേൾക്കുന്നുണ്ട്, അറിയില്ല. എന്തൊക്കെ സംഭവിച്ചാലും ഇനിയിപ്പോൾ രജനി സാർ പൊളിറ്റിക്സിൽ ഇറങ്ങിയാലും സിനിമ നിർത്തരുതെന്നാണ് എൻ്റെ ഒരു അഭിപ്രായം. കാരണം രജനി സാർ പൊളിറ്റിക്സിലേക്ക് ഇല്ലല്ലോ, മൂപ്പര് ആരോഗ്യപരമായ കാരണങ്ങളാൽ പാർട്ടിയൊക്കെ അതാക്കിയില്ലേ. ഞാനൊരു വളരെ ഒരു പോയിന്റ് വരുന്നത് എത്രത്തോളം പറയാൻ ഞാൻ അർഹനാണെന്നൊന്നും അറിയില്ല. ഞാൻ ഇന്നേ വരെ കണ്ട KVക്ക് അറിയാം ഞാൻ എന്താ പറയാൻ പോകുന്നതെന്നുള്ളത്. ഞാൻ ഇന്നേ വരെ കണ്ട എല്ലാ സെലിബ്രിറ്റീസിനും ഒട്ടുമിക്ക 99.99% സെലിബ്രിറ്റീസിനും പ്രിവിലേജ്ഡ് ബാക്ക്ഗ്രൗണ്ട് ഉണ്ടായിരുന്നു. അതിന് പേരെടുത്ത് പറഞ്ഞു കഴിഞ്ഞാൽ ഇനിയിപ്പോൾ ഞാൻ അതിന് പ്രൂവ് ചെയ്യാൻ അടുത്ത വീഡിയോ ഇറക്കേണ്ടി വരും ഇതൊന്നൊക്കെ. അതുകൊണ്ട് അത് ഞാൻ കുറച്ചും കൂടി ആലോചിക്കാം. പക്ഷേ തീരെ പ്രിവിലേജ് ഇല്ലാതെ ഒന്നേന്ന് വന്നത് മൂപ്പര് മാത്രമാണ്. അതുകൊണ്ട് മൂപ്പര് സക്സസ് എന്ന് പറയുന്നത് നമുക്ക് എല്ലാവർക്കും ഉള്ളൊരു പ്രതീക്ഷയാണ്, നമ്മളെ കൊണ്ടും സാധിക്കും എന്നുള്ളത്. അതുകൊണ്ട് ഇനിയും ഒരു കൊല്ലങ്ങളോളം വരട്ടെ, കുറേ സിനിമകൾ ഇറങ്ങട്ടെ. അല്ല, ഇത് പറഞ്ഞപ്പോൾ ഒരു പോയിന്റ് പറയാൻ പറ്റാതെ, അദ്ദേഹം ഈ ബസ് കണ്ടക്ടർ ആയിരിക്കുന്ന സമയത്ത് അദ്ദേഹത്തിന് ഒരു പ്രണയം ഉണ്ടായിരുന്നു. ആ പ്രണയിനി കൊടുത്ത എന്തോ ഒരു കുറഞ്ഞ പൈസയുടെ മുകളിലാണ് അയാള് രജനി സാറ് തമിഴ് ഇൻഡസ്ട്രിയിൽ വന്ന് ഇങ്ങനെ പടത്തിലൊക്കെ അഭിനയിച്ചതൊക്കെ കേട്ടിട്ടുണ്ട്. എല്ലാ വേദിയിലും പോകുന്ന സമയത്ത് മറ്റേ കഥ പറയുമ്പോൾ നോക്കുന്ന മമ്മൂട്ടി പറയുന്ന പോലെ ഈ ഒരു കുട്ടി ഉണ്ടോ തേടുമായിരുന്നു എന്നൊക്കെ ഏതോ ഒരു റീലിൽ കണ്ട പോലെ ഓർത്തു. അല്ല, അത് കാര്യമാണ്. അത് കാരണം പുള്ളി അടയാർ അവിടെ പഠിക്കുന്ന സമയത്ത് അതേ സമയത്ത് അവിടുത്തെ അവരൊക്കെ ഒരുമിച്ചാണ്, ഏകദേശം ഒരു ബാച്ചിൽ തന്നെയാണ് ഈ ഫിലിമിന്റെ ഇൻട്രസ്റ്റ് ഉണ്ടായിരുന്നത് പഠിക്കുന്ന സമയത്ത്. അപ്പോൾ അതേ എക്സ്പീരിയൻസ് പുള്ളി തന്നെ പറയുന്നുണ്ട്. പുള്ളി ഈ പറഞ്ഞ പോലെ ബസ് കണ്ടക്ടറായിട്ട് ബാംഗ്ലൂരാണ് വർക്ക് ചെയ്യുന്നത്. അപ്പോ ആ സമയത്ത് ഇതുപോലെ ഈ ആഗ്രഹം നല്ലപോലെ ഉണ്ട്. അന്നേ മുമ്പ് ഈ സ്റ്റൈലിഷ് ആയിട്ടുള്ള സാധനങ്ങളൊക്കെ ചെയ്യും.
അപ്പൊ അങ്ങനെ ആ ഒരു പ്രേരണ ഉണ്ട്, ആ ഒരു പെൺകുട്ടിയുടെ ഒരു പ്രേരണയുടെ പുറത്താണ് പുള്ളി ഇതിലേക്ക് പോകുന്നത്, ഈ ജോലി. ആ സമയത്ത് ഡ്രാമ ആക്ട് ചെയ്തെന്ന് തോന്നുന്നു. ആ അതെ അതെ, ഡ്രാമകളൊക്കെ ആക്ട് ചെയ്തു. പക്ഷെ പിന്നെ പോയി തിരിച്ചു വന്നിട്ട് അവരെ കണ്ടെത്തിയിട്ടില്ല. അവരാ അന്നത്തെ കാലഘട്ടമല്ലോ, ഒരു 70s മിഡൊക്കെ അല്ലേ, അപ്പൊ കണ്ടെത്താൻ പറ്റിയില്ല. അതിപ്പോഴൊരു മിസ്റ്ററിയാണ്. ദൈവത്തിന്റെ ഒരു വികൃതിയാണല്ലേ. അതായത് എത്ര വലിയ സക്സസ് തരുമ്പോഴും ഒരു ചെറിയൊരു തരി പെയിന് നമുക്ക് തരും, ഒരു ചെറിയൊരു ഡോട്ട് പെയിൻ. നോക്ക് നീ, മൂപ്പർക്ക് സങ്കടപ്പെടാൻ ഒരു കാരണവും ഇല്ല ഒരു പരിധിക്ക് ശേഷം. കാരണം മൂപ്പർ ആഗ്രഹിച്ചതെല്ലാം നേടി, മൂപ്പർ ആഗ്രഹിച്ചതിനേക്കാൾ കൂടുതൽ നേടി. അപ്പോഴും ഒരു പോയിന്റ് ദൈവം ആ ഒരു നഷ്ടം അവിടെ കൊടുത്തു. അത് ദൈവത്തിന്റെ ഒരു പ്രത്യേക, എനിക്ക് മനസ്സിലാവാത്തൊരു ഒരു പോയിന്റ് പറയുകയാണെങ്കിൽ, ഇപ്പൊ നമ്മളെല്ലാരും ഇപ്പൊ സക്സസ് ആവുന്ന സമയത്ത് നമുക്ക് ഇഷ്ടമുള്ള ആളുകൾ അത് കാണണം, അത് കാണണമെന്ന് ഒരു ആഗ്രഹം നമ്മുടെ ഉള്ളിലുണ്ടോ. അവരാ പ്രസൻസ് ഇല്ലെങ്കിൽ നമ്മൾ എന്ത് നേടിയിട്ടുണ്ടെങ്കിലും നമുക്ക് എപ്പോഴും ഉള്ളിലൊരു പെയിൻ ആയിരിക്കും. അത് നമ്മളെല്ലാരും ഫേസ് ചെയ്യുന്ന ഒരു ലൈഫിലൊരു സ്റ്റേജാണ്. നമുക്ക് എല്ലാവർക്കും വേണ്ടപ്പെട്ട ആരെങ്കിലും ഉണ്ടാവും ലൈഫില്. ഒരു പോയിന്റ് കഴിയുമ്പോ ആ വ്യക്തി നമ്മളെ കൂടെ ഉണ്ടാവില്ല. ഏതൊരു മനുഷ്യനും. നമ്മള് കൂലിന്റെ സോങ് റിയാക്ട് ചെയ്ത് ദളപതി സിനിമയിലേക്ക് പോയി. ആ ദളപതിയിൽ നിൽക്കുന്നില്ലേ, ആ ഇതും നോക്കിയിട്ട് ശോഭന പോകുന്നതും നോക്കിയിട്ട് ആ സൂര്യനെ നോക്കി, ആ നിപ്പാണ് ഇപ്പം നമുക്ക് എല്ലാവർക്കും വരുന്ന എക്സ്പ്രഷൻ. മമ്മൂട്ടിയോ? ആ, അതില് ഈ സീനില് രജനീകാന്ത് ആണല്ലോ സൂര്യൻ. അല്ല, മമ്മൂട്ടി അല്ലേ പറഞ്ഞ പടത്തില് ശോഭന, രജനീകാന്ത് പറഞ്ഞു ശോഭനയുടെ കല്യാണം കഴിക്കേണ്ട അതല്ലേ. ഇനി അത് കാണാതെ എനിക്ക് ഉറങ്ങാൻ സാധിക്കല്ലോ. അല്ലെങ്കിൽ ഒരു പ്രാവശ്യം കൂടി കൂലിയൊക്കെ കേട്ട് മൂഡ് മാറ്റിട്ട് വേണം കിടക്കാൻ. നഷ്ടപ്രണയുള്ളവർക്കൊക്കെ കാണാം കേട്ടോ. ഇത് നമ്മള് നഷ്ടപ്രണയങ്ങൾ നമ്മളൊരു സെപ്പറേറ്റ് സെഗ്മെന്റ് ആയിട്ട് തന്നെ ചെയ്യുന്നതായിരിക്കും. അതെ, എല്ലാവർക്കും പ്രണയ കഥകളൊക്കെ പറയാം. അതിൽ നമുക്ക് കൂടുതലും കേൾക്കാനേ ഉണ്ടാവുള്ളൂ, അവന് പറയാനും. അതെ അതെ, വേറൊരാളും കൂടി ഉണ്ടല്ലോ. ആ വേലെടുത്തിരിക്കുന്നുണ്ട്. മാവ കളിക്കഥകളല്ലേ, പ്രണയം മാത്രം. ശുദ്ധമായ പശുപാലില് വെള്ളം ഒഴിച്ച് 12 ഒഴിക്കല്ലേ. അതെ, അപ്പൊ നമുക്ക് നഷ്ടപ്രണയങ്ങളും ഈ ദൈവത്തിന്റെ വികൃതികളെയും കുറിച്ചൊക്കെ ഒരു ഡീപ്പ് ചർച്ച എന്തായാലും വേണം, പ്രത്യേകിച്ച് അധികം എപ്പിസോഡുകൾ വേണ്ടി വരും. അതെ, കാണുന്നില്ല. ഓക്കെ, അപ്പൊ നമുക്ക് നമ്മുടെ കൂലി സോങ്ങിന്റെ റിയാക്ഷൻ ഇവിടെ വൈൻഡപ്പ് ചെയ്യാൻ സമയമായി. എന്തായാലും ശുഭപ്രതീക്ഷയാണ്, വിജയം മുന്നിൽ കാണുന്നു പറഞ്ഞ പോലെ ശുഭപ്രതീക്ഷയാണ് ഈ സിനിമ. നമ്മുടെ ഏറ്റവും നല്ല റിയാക്ടർക്ക് എന്തോ ടെക്നോളജിക്കൽ പ്രോബ്ലം. അഖിൽ കേൾക്കുന്നുണ്ടോ? അഖിൽ മഴ കാരണം നെറ്റ് പോയത്. അതെ, അഖിൽ പോയിരിക്കുകയാണ് സുഹൃത്തുക്കളെ. അതുകൊണ്ട് നമുക്ക് അഖിൽ കേൾക്കുന്നുണ്ടോ? അവിടെ മഴയാണെന്ന് തോന്നുന്നു. പിന്നെ സ്റ്റക്കാണ്. വണ്ടിയിൽ ആക്സിഡന്റ് ആയ ആളെ പോലെ ഉണ്ട്. വൈൻഡപ്പ് ചെയ്യാം. ഈ എപ്പിസോഡ് വൈൻഡപ്പ് ചെയ്യാൻ ഞാൻ മാമന്. ഓ, അഖിൽ വീണ്ടും വന്നു. അഖിൽ കേൾക്കുന്നുണ്ടോ? അഖിൽ അഖിൽ വീണ്ടും തീർത്തോ? ഇല്ല, അഖിൽ പറയാനാ, വെയിറ്റ് ആൾക്കാർ പറയാൻ. നമ്മള് കേൾക്കുന്നതാണ്. അഖിൽ ഞാനെന്ത് പറയാനാ, ഇവിടെ സംഭവിച്ചു. ഞാൻ അഖിലിന്റെ വോയിസ് ബ്രേക്കപ്പ് എന്നൊക്കെ നീ ആ നഷ്ടപ്രണയം മനസ്സിലിട്ടിട്ടേ ഓരോന്നോരോന്നാ വരുന്നത്. അഖിലിന്റെ വോയിസ് ഡിസ്റ്റോർട്ടഡ് ആയിക്കൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ട് ഈ ഒരു സെഷൻ എൻഡ് ചെയ്യാൻ വേണ്ടി ഞാൻ രാഹുലിന് മാമനെ കൈമാറുന്നു. ഞാനോ? അപ്പൊ നമ്മളിന്ന് കൂലി പാട്ടൊക്കെ കേട്ടു. അതല്ല, നമ്മളത് കൂലി സോങ് കേട്ടു. അപ്പൊ
ബാക്കി പടത്തിന് വെയിറ്റ് ചെയ്യാം. ഓഗസ്റ്റ് 14 റിലീസാണ്. എല്ലാരും പോയി കാണുക. നമ്മൾ രജനി സാറിന്റെ പടമാണ്. ഉഷാറാവട്ടെ. എല്ലാരും ഇറങ്ങി പോയിടാ. നമ്മൾ ആഗസ്റ്റ് 15 കട്ട് ചെയ്ത് ഒഴിവാക്കിട്ടോ. കട്ട് ചെയ്ത് ലൈൻ കട്ട്. ആസ്വാദനക്കുറിപ്പ് എഴുതാൻ പറഞ്ഞു. ഓക്കെ ഗൈസ്, അടുത്ത വീഡിയോയുമായി വീണ്ടും കാണാം. ഗുഡ് ബൈ.